നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ഏപ്രിൽ 19 മുതൽ 7 ഘട്ടങ്ങളിലായാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും വളരെ ശക്തമായ പ്രചാരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകം തന്നെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ നിന്നായിരുന്നു അത്. ഇതുകൂടാതെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും ഒട്ടേറെ ചിന്തനീയമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒഴിവാക്കാമായിരുന്നു എന്ന് പറയേണ്ട കുറേയേറെ കാര്യങ്ങളും അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാം. എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി. നമസ്കാരം സാർ. ഈ തർക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയ, സൈബർ ഇടങ്ങളിലാണ്. അതെ, തീർച്ചയായിട്ടും. മാറിയ കാലഘട്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും ശക്തമായ പ്രചരണത്തിന് വേദിയാകുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ആ സോഷ്യൽ മീഡിയ മുൻ 2 തെരഞ്ഞെടുപ്പുകളും അത്ര സജീവമായി ചിലരൊക്കെ ഉപയോഗിച്ചില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാവരും സജ്ജരായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ശക്തമായി. അല്ല, ഇത് മറ്റൊരു കാര്യം, ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ സൈബർ സഖാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ ഉപയോഗിക്കുന്നത് എനിക്കൊന്ന് ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളുടെ ആക്രമണം വരുന്ന തെരഞ്ഞെടുപ്പ് എതിരാളികളെ ഏത് വിധത്തിലും നിഷ്പ്രഭരാക്കുക എന്നുള്ളത് അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഫോക്കസോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വരുന്നതിനെതിരെ സമരം ചെയ്ത് അവർ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ സഖാക്കന്മാരെല്ലാം നല്ല അറിവുള്ളവരാണ്, നല്ല ബാക്കപ്പ് ഉള്ളവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കൃത്യമായിട്ട് പറ്റുന്നുണ്ട്. അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണെങ്കിൽ തന്നെയും ഓരോ രീതിയിൽ അവർ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അജണ്ട സെറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. കാരണം ഈ ബാക്കപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു PV അൻവർ, ഈ സൈബർ സഖാക്കളെ അവർ അറിയപ്പെടുന്ന തന്നെ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ പറയുന്നത് PV അൻവറിന്റെ കടന്നൽ കൂട്ടങ്ങളെന്നാണ്. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിലെ ഏറ്റവും മികച്ച സൈബർ സ്പേസ് കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് PV അൻവർ. ഒരുപാട് പേരുണ്ട്. വളരെ നല്ല പ്രതിഫലം, ഉയർന്ന പ്രതിഫലം കൊടുത്ത് പല മാധ്യമങ്ങളിൽ ജോലി ചെയ്തിരുന്നവരെ കൊണ്ടുകൊണ്ട് ഒരു ടീം സെറ്റ് ചെയ്യും. അവർക്കൊരു ലൈബ്രറി തന്നെ ഉണ്ട്. കാരണം എല്ലാ സാധനങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. മുൻപ് ഈ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എടുത്ത് കയ്യിൽ വെച്ച് തിരിച്ചടിക്കാനായിട്ടുള്ള കറക്റ്റ് സമയത്ത് അടിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയത്തെയും അവർ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സ്പേസിലൂടെ. അതായത് ഈ സൈബർ ഇടങ്ങളിലൂടെ സഖാക്കന്മാർ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും, എതിരാളികൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അടിച്ചിടുക. അതാണ് സൈബർ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിച്ചിടാൻ. അത് തന്നെ നിഷ്പക്ഷമായി നമ്മളൊരു പോസ്റ്റ്, നിഷ്പക്ഷമായ ചിന്തയോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അത് ഒരാളിൽ ഒതുങ്ങില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ കടന്നൽ കൂട്ടം പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒട്ടേറെ പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവർ വളരെ തീരുമാനിച്ചുറച്ച ഒരു അടിസ്ഥാനത്തിലാണ് ഇത്രയും. അല്ല, അത് തന്നെയാണ് നമുക്ക് തൃശ്ശൂരും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും വളരെ ശക്തമായ സൈബർ ടീമിനെ ഇടതുപക്ഷം മെയിൻറ്റെയിൻ ചെയ്യും, വളർത്തിയെടുക്കുന്നുണ്ട്. അതല്ല, തൃശ്ശൂർ അത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ നോക്കുമ്പോൾ തൃശ്ശൂർ അത് വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഈ ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ട ഒരു വാചകം, ആ ഗോപിയല്ല ഈ ഗോപി. വളരെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ താഴോട്ട് ഓരോന്ന് വരികയാണ്. യഥാർത്ഥത്തിൽ കലാമണ്ഡലം ഗോപി ആശാൻ എന്ന പേര് കേട്ടില്ലാത്ത ഇടത് സഖാക്കന്മാർ പോലും ഇന്ന് ഗോപി ആശാന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സംഭവം ഇതാണ്, ചുരുക്കി പറയാം. സുരേഷ് ഗോപിക്ക് വേണ്ടി ആരോ ഒരാൾ കലാമണ്ഡലം ഗോപി ആശാനെ ഫോണിൽ ബന്ധപ്പെടുന്നു. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അദ്ദേഹം അതിന് തുനിയുന്നില്ല. ഇത് പുറം ലോകം അറിഞ്ഞത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. ഇത് തീർച്ചയായും സുരേഷ് ഗോപിയെ പ്രതിരോധത്തിലാക്കിയെന്ന് പ്രത്യേകം പറയേണ്ടത്. അല്ല, അതിൽ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ രഘു ഗുരുകൃപ അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ ഒരു കാര്യം വന്നത്, ഈ ഒരു പോസ്റ്റ് വന്നത്. അപ്പോൾ അത് കൃത്യമായി കഴിഞ്ഞ ദിവസം തന്നെ ഇത് പ്രത്യക്ഷപ്പെടാനും അത് ഡിലീറ്റ് ചെയ്യാനും വേറൊരു പോസ്റ്റ് വരാനും കാരണമായിട്ടുള്ളൊരു കാരണം കൂടിയുണ്ട്. അത് സുനിൽകുമാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ടൊവിനോയുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം BJP ആളി കത്തിച്ചിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ പോസ്റ്റ് വരുന്നതിന് ആധാരമായിട്ടുള്ള പോസ്റ്റിനെ കുറിച്ച് കുഞ്ചു പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. അതായത് കഴിഞ്ഞ ദിവസം സുനിൽകുമാർ ടൊവിനോ തോമസുമായി നിൽക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. അത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ എന്താണ്, സിനിമാ നടൻ മാത്രമല്ല ടൊവിനോ തോമസ്, ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ബ്രാൻഡ് അംബാസഡറാണ്, ഇലക്ട്രൽ പാർട്ടിസിപ്പേഷന്റെ ബ്രാൻഡ് അംബാസഡറാണ് ടൊവിനോ തോമസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റ് ചിത്രം സഹിതം പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വ്യക്തമായിക്കൊണ്ട് ടൊവിനോ രംഗത്തെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ BJP
സൈബർ ഇടങ്ങളിലുള്ള ആൾക്കാർ അതിനെ വലിയ രീതിയിൽ ഒരു പ്രചാരണം കൊടുത്തു. അതിന്റെ ഒരു ഇത് ഞാൻ പറയുന്ന കാര്യം ഈ സൈബർ സ്പേസിൽ മാത്രമല്ല, എന്ത് വലിയൊരു വിഷയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചുണ്ടായാലും അതിനെ മറയ്ക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ വേറൊരു ഐറ്റം കാണും. ആ കൃത്യമായ സമയത്ത് അവരുടെ അടുത്ത് ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴും കൃത്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള മറുപക്ഷക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കൊട്ട് അവരുടെ കയ്യിലുണ്ട്. അതായത് മാസപ്പടി വിവാദം കുടുംബിൽ കൊള്ളുമ്പോൾ ചിലതൊക്കെ ഉയർന്നു വരുന്നത് പോലെ. അപ്പൊ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വളരെ വൈദഗ്ധ്യമുള്ളവരാണ് ഇടതുപക്ഷത്തിന്റെ സൈബർ ടീം എന്ന് ചുരുക്കം. അപ്പോൾ അത് വളരെ ശക്തമായ ആസൂത്രിതമായ നീക്കം തന്നെയാണ്. അല്ല, കഴിഞ്ഞ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അത് രാഷ്ട്രീയപരമല്ല എന്ന് അദ്ദേഹം ഗുരുകൃപ ആവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമല്ല, പക്ഷേ കൃത്യമായ രാഷ്ട്രീയപരം തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് ഇടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഡിലീറ്റ് ചെയ്താലും. അതെ, കാരണം എന്തുകൊണ്ട് ഇത് പ്രസക്തമാണ്, എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റാണെന്ന് പറയുന്നത് വെച്ചാൽ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്നു. 2, ആർക്കെതിരെ? സുരേഷ് ഗോപിക്കെതിരെ. സുരേഷ് ഗോപി എന്താണ്? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ്. ഒരു 5-8% ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് നേടാൻ സാധിച്ചാൽ തെരഞ്ഞെടുപ്പ് ചിത്രം മാറും. അദ്ദേഹം വിജയത്തിലേക്ക് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയേറെ പ്രമുഖനാകുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലഭിക്കുന്ന അവസരത്തിലെല്ലാം അടിച്ചു തകർക്കുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. അതാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഈ സുനിൽകുമാറിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിച്ഛായയുടെ കൂടി ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മുമ്പുണ്ടായിരുന്ന പോലുള്ള CPI സ്ഥാനാർത്ഥികളല്ല സുനിൽകുമാർ. സുനിൽകുമാറിന്റെ ഇടതുപക്ഷത്തിൽ വ്യക്തമായൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ്. നല്ല കരിയർ, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷ നേതൃത്വത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും ഗംഭീര പ്രകടനം മന്ത്രിയായി നടത്തിയ സുനിൽകുമാറിന് മറ്റൊരു അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിന് ഒരു ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു ഇമേജ് കൂടിയുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഇമേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനോടൊപ്പം തന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവ് കൂടിയാണ് VS സുനിൽകുമാർ. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ കാഴ്ചവെച്ച പ്രകടനം ഗംഭീരമായിരുന്നു. എല്ലാവരും പ്രശംസിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു MP എന്നുള്ള ലെവലിലേക്ക് കൂടി സുനിൽകുമാർ ഉയരുന്നത്. അത് അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ മത്സരം നടക്കുമ്പോഴാണ് ഈ സൈബർ ഇടത്തിലെ യുദ്ധം. ഇത് വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കുറച്ച് ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അല്ല, അത് മാത്രമല്ല, ഈ സുരേഷ് ഗോപി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ തങ്ങളുടെ സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ അത് വലിയ രീതിയിൽ പ്രചരിച്ച ഒരു സാധനമാണ്. പക്ഷെ അതിന് കൃത്യമായ മറുപടി സുരേഷ് ഗോപി കൊടുത്തില്ലെങ്കിൽ കൂടിയും അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് പല മീഡിയകളും അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാത്തത് കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനെ പ്രചരിച്ചെന്ന് പറഞ്ഞാൽ തന്റെ സഹപ്രവർത്തകരെ പോലും വഴക്ക് പറയുന്ന സുരേഷ് ഗോപിയെ കണ്ടോ, ഇയാൾക്ക് എങ്ങനെ വോട്ട് കൊടുക്കും, മാടമ്പിത്തരമല്ലേ കാണിക്കുന്നത് എന്ന തരത്തിലായിരുന്നു സൈബർ സഹാക്കൾ ഇത് പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രാറ്റജി പരിശോധിക്കുമ്പോൾ സുരേഷ് ഗോപി അക്കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്കയാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് പലപ്പോഴും ട്രോളുകളിലൂടെയും അല്ലെങ്കിൽ പല വീഡിയോ പാട്ടുകളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഭാഗമാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത് അതാണ്. മറ്റത് പക്ഷേ ഇത് തൃശ്ശൂർ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇല്ല, നേരെ പത്തനംതിട്ടയിലേക്ക് അവിടെയുണ്ട് ഒരു വിവാദം. ആന്റോ ആന്റണി. അതെ, അതും തീർച്ചയായും ഈ ഏറ്റവും കൂടുതൽ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഗുരുതരമായ ഒരു പരാമർശം എന്ന് വേണമെങ്കിൽ പറയാം. അത് BJP കൃത്യമായി അതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അനിൽ ആന്റണി ആയതുകൊണ്ടാണ്. കാരണം അനിൽ ആന്റണിക്ക് ഈ വശങ്ങളെല്ലാം അറിയാം. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മേഖലയിൽ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അനിൽ ആന്റണി. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി കൃത്യം അറിയാം എവിടെ പിടിച്ചു കഴിഞ്ഞാൽ എറിവോ എന്നുള്ളത് അനിൽ ആന്റണിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ്. BJPയുടെ കേന്ദ്ര ട്രെയിനിങ്ങും തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റമാണത്. അതെ, പറഞ്ഞത് എന്താണ്? പുൽവാമ ആക്രമണത്തിന് പിന്നിൽ BJP ആണ്, പാകിസ്ഥാനെ കുറ്റം പറയുന്നത് എന്തിന് എന്നുള്ളതായിരുന്നു. പിന്നീട് അതിന് വിശദീകരണം വന്നു. അതായത് മറ്റൊരാളുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഗവർണർ ആയിട്ടുള്ള ആള് അത് പറഞ്ഞതിനെ ഞാൻ ആവർത്തിച്ചതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് തിരുത്താൻ തയ്യാറാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കേസ് എടുക്കണമെന്നുള്ള നിലവാരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ സൈബർ സ്പേസുകളിൽ വലിയ രീതിയിലുള്ള അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇടതുപക്ഷമാണ് തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ അവരാണ് അതിനെ കൈയടക്കി വെച്ചിരിക്കുന്നതെങ്കിലും BJPയും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. പുറകോട്ടല്ല അവർ, തീർച്ചയായും. ഇനി പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇടത് സൈബർ ഇടത്തിലെ പ്രകടനം നമ്മളിപ്പോൾ പറഞ്ഞു വളരെ ഗംഭീരമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് തിരിച്ചടി നൽകുന്ന ഒരു കാര്യം ഉണ്ടായി അല്ലേ കൊല്ലത്ത്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ഗുണം ചെയ്ത് ആ ചാനലിന് ഗുണം ചെയ്ത് പ്രസിദ്ധമായ ഒരു മീഡിയയിൽ വന്നാണ്. ആ ചാനലിന് ഗുണം ചെയ്തതിനേക്കാളും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഒരു പക്ഷേ കോൺഗ്രസിനായിരിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കോൺഗ്രസും BJP അത് ഉപയോഗിച്ചു. ഒരു ചാനലിന്റെ ഇലക്ഷൻ ചർച്ചയിലാണ്, കൊല്ലത്ത് നടന്ന ഒരു ഇലക്ഷൻ ചർച്ചയിലാണ് ചിന്താ ജെറോമിന്റെ വായിൽ നിന്ന് വന്ന
പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള. അല്ല, അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ചിന്ത അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതൊരു ഊറ്റം, ചിലപ്പോൾ ചിന്ത വിചാരിച്ച് കാണാം അത് കയ്യടി കിട്ടുന്ന ഒരു സാധനം, നമ്മൾ ഈ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് മാസ് BGM ഒക്കെ ഇട്ട് കയ്യടി കിട്ടുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ച ചിന്ത പറഞ്ഞൊരു കാര്യം അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി. കാരണം ഈ ഒരു സംഭവമേ ഇല്ല, അവിടെ മരുന്നിന് പകരം പൊതിച്ചോറ് കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നത്. ചർച്ച കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകൻ ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ആ ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തെ കുറിച്ചാണ്. അവിടെ എണ്ണി പറയുന്നുണ്ട്, മരുന്ന് മാത്രമല്ല അവിടെ ഒരു യാതൊരു സാധനങ്ങളും ഇല്ല എന്നുള്ളത്, അങ്ങനെ ഒരു സാധനവും ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഇതിനോടൊക്കെ തർക്കിക്കുകയാണ് ഇടതുപക്ഷ പ്രതിനിധി. അപ്പോഴേ എടുത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാ ആശുപത്രിയിലും പൊതിച്ചോറ് കൊടുക്കുന്നത്, അപ്പൊ മരുന്നിന് പകരം പൊതിച്ചോറാണോ ചേച്ചി എന്നാണ് ചോദിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത, നമ്മൾ ഉള്ളു തുറന്ന് ചിരിക്കുന്ന തരത്തിലുള്ള ട്രോള് വളരെ അപൂർവമായിട്ട് അങ്ങനെ വരാറുള്ളൂ. പക്ഷേ ചിന്തയുടെ ഈ ഒരു സാധനവുമായി ബന്ധപ്പെട്ട് ഉള്ളു തുറന്ന് ചിരിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ UDF അത് എന്തൊക്കെ പറഞ്ഞാലും പ്രശംസനീയമാണ്. കാരണം ഈ സൈബർ സഹാക്കൾ ചെയ്യുന്നതിനേക്കാളും മേലെ ഒരു പടി മേലെയായിരുന്നു UDF ഇത്തവണ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു അവർ. അപ്പോ ചിന്താചരവും ഇനിയെങ്കിലും മണ്ടത്തരങ്ങൾ പറയുന്നത് അവസാനം. അപ്പൊ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ബിന്ദു കൃഷ്ണ തിരിച്ച് വാഴക്കൊലയാണ് ഒളിച്ചോടി കണക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്. അത് ഒരു കൃത്യമായ ആ സമയത്ത് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അത് ഇത്തരത്തിൽ അത് ആ സാധനം കട്ട് ചെയ്യപ്പെടും. ഈ വീഡിയോകളെല്ലാം കട്ട് ചെയ്ത് കൃത്യമായി ഉപയോഗിച്ചു എല്ലാവരും. ഇതുവരെ നമുക്ക് ഇത്ര ദിവസമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അല്ല, അത് മാത്രമല്ല, ഇതിനേക്കാളും ഒക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു സംഭവമാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട സംഭവം. ഈ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചിരുന്നു തെളിവുണ്ടെങ്കിൽ VD സതീശൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ VD സതീശൻ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആ 2 ചിത്രങ്ങളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ EP ജയരാജൻ ഈ ഒരു രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നു എല്ലാവരും വോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇലക്ഷൻ നോക്കി കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു റിസോർട്ട് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അതെ, EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലുണ്ട്. ആ വേദിയിൽ തന്നെ ഭാര്യയുണ്ട്. അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് ആണ്. അതെ, ഇത് ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. കണ്ടിട്ടില്ലെന്നാണ് EP ജയരാജൻ. അപ്പൊ അതിന് ഇന്നത്തെ കാലത്ത് ഇല്ല എന്നോ നടന്നിട്ടില്ല എന്നോ ഒക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം രാഷ്ട്രീയക്കാർ. അല്ല, ഈ ദല്ലാൽ നന്ദകുമാറിനെ ഉൾപ്പെടെ ഞാൻ അറിയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലെങ്കിലും പറയില്ല, വാർത്തയിലൊക്കെ കണ്ട് പരിചയമുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാചകം പോലെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു EP ജയരാജന്റെ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ട്രോളുകളായി പുറത്തു വരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള ട്രോളും വരുന്നുണ്ട്. അത് ഒരിക്കലും മറക്കാത്ത ഒരു ട്രോള് എന്താണ് നമ്മൾ മുഹമ്മദ് അലിയെ കുറിച്ച് പറഞ്ഞത്. മരണത്തെ കുറിച്ച് പ്രതികരണം ചോദിച്ച് വിളിച്ച ചാനലിനോട് അദ്ദേഹം പറഞ്ഞ മുഹമ്മദ് അലി നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണം നേടിയ ആളാണ്. അപ്പൊ അന്ന് അദ്ദേഹം സ്പോർട്സ് വകുപ്പ് എന്തായാലും അല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈബർ സഖാക്കൾ ഉപയോഗിച്ചിരുന്ന അവർ കൈയടക്കി വെച്ചിരുന്ന ആ ഒരു സൈബർ സ്പേസിനെ UDFും BJPയും ഒക്കെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അവരും അത് പ്രയോജനപ്പെടുത്തുന്നു. തീർച്ചയായും വലിയ രീതിയിൽ എപ്പോഴായിരുന്നു നമ്മൾ മൊബൈലിലാണല്ലോ, ആ മൊബൈലിലേക്ക് ഇത്തരത്തിലുള്ള ട്രോളുകളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. പ്രചാരണ രംഗത്തും ഇത് വളരെ ഇഫക്റ്റീവായി ഉപയോഗിച്ചു. തീർച്ചയായും പ്രചാരണത്തിന് വളരെ ശക്തമായി. കാരണം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എല്ലാവരും പോകുന്നിടത്തും ഈ അവരുടെ ആ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ടുവന്നുണ്ട്, വീഡിയോകളെല്ലാം പകർത്തുന്നുണ്ട്. ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം പണ്ട് വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആ വീഡിയോ കട്ടിങ് എല്ലാം വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അറിയുന്നുണ്ട്. യുവാക്കളെ സ്വാധീനിക്കാനായിട്ട് ഒരു പരിധിവരെ എന്നല്ല, ഒരു പരിധിയിൽ കൂടുതൽ യുവാക്കളെ സ്വാധീനിക്കാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രായമായവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുറപ്പാണ്, തിരഞ്ഞെടുപ്പിന് ഇനിയും ഒട്ടേറെ ദിവസമുണ്ട്. ഏപ്രിൽ 26 വരെ ഉണ്ട് സമയമെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ സീറ്റിലെയും സാധ്യതകൾ ഇത്രയേറെ ട്രെൻഡിൽ ഇതിനകം തന്നെ പല മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതകൾ അല്ലെങ്കിൽ കാറ്റ് ഇടതിൽ നിന്നും വലതിലേക്കും അല്ലെങ്കിൽ BJPയിലേക്കും ഒക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. ഇനി ഈ വോട്ടെടുപ്പ് വരെയും ഈ ട്രെൻഡുകൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇതുപോലെ ട്രോളുകളും നിറഞ്ഞ ഒരു പ്രചരണ കാലമാണ് നമുക്ക് മുന്നിലുള്ളത്. ചൂട് 40 ഡിഗ്രി വരെ എത്തും അധികം വൈകാതെ, അല്ലെങ്കിൽ 40 ഡിഗ്രിയും കഴിഞ്ഞ് മുകളിലേക്ക് പോകുമെന്നാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ചൂട് ഇപ്പോൾ തന്നെ 80 ഡിഗ്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 100ലേക്ക് എത്താൻ ഇനി വലിയ സമയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ട്രോളുകൾക്കും അതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളും നിങ്ങളോടൊപ്പം തുടരും.